All, today we can learn a new poem titled A Poor Woman Learns to Write, written by Margaret Atwood. കനേഡിയൻ പോയറ്റായിട്ടുള്ള മാർഗ്രറ്റ് ആറ്റ്വുഡിൻ്റെ എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് എന്ന കവിതയാണ് നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. The magnitude of success a person enjoys depend on the condition in which he or she lives. We need not do great things to be successful in life. Even trivial personal gains can boost our morale and make us proud. The poem reflects on what a poor woman who hopes for liberation has gained through education. സോ എന്താണ് ഈ പോമിൽ മാർഗരറ്റ് ആറ്റ്വുഡ് ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. The magnitude of success a person enjoys depends on the condition in which he or she lives. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം ആളുടെ ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൽ വാല്യൂ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അയാൾക്കുണ്ടാകുന്ന നേട്ടത്തിനെ അയാൾ അതിൽ സന്തോഷിക്കുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ അനുസരിച്ചിരിക്കും. വി നീഡ് നോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഈവൻ ട്രിവിയൽ പേഴ്സണൽ ഗെയിൻസ് ക്യാൻ ബൂസ്റ്റ് അവർ മൊറൈൽ. ചെറിയ സ്വകാര്യ നേട്ടങ്ങൾ, ചെറിയ നേട്ടങ്ങൾ പോലും, നമുക്കുണ്ടാകുന്ന ചെറിയ നേട്ടങ്ങൾ പോലും നമ്മളുടെ ആ ഒരു അഭിമാനത്തെ, ആത്മാഭിമാനത്തെ, നമ്മളുടെ ആ ഒരു സ്വത്വത്തെ എന്ത് ചെയ്യും, ഉയർത്തും. The poem reflects on what a poor woman who hopes for liberation has gained through education. ഈ ഒരു പോമിൽ നമ്മൾ കാണിച്ചു തരുന്നത് എന്താണ്? മാർഗരറ്റ് ആറ്റ്വുഡ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഒരു പാവപ്പെട്ട സ്ത്രീ അവർ ലിബറേഷൻ എന്താണ് പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എന്തിലൂടെയാണ്? വിദ്യാഭ്യാസത്തിലൂടെ, അല്ലേ? നമ്മൾ പണ്ട് കാലങ്ങളിൽ അടുക്കളയിൽ മാത്രം ഒതുക്കപ്പെട്ടിരുന്ന സ്ത്രീ ജീവിതത്തെ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്തു? ഇന്ന് സമൂഹത്തിൻ്റെ പല മേഖലകളിലും എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നു, അല്ലേ? സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളും എല്ലാം എന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തിലൂടെ കൈവരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? സോ ഒരു കാലത്ത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച വിദ്യാഭ്യാസം ഇന്ന് നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വിദ്യാഭ്യാസം കൂടുതൽ നേടുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഈ സമൂഹത്തിൽ ഒരു സ്ഥാനം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ തുടരാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ.